ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാകുന്നത് അതിലെ രണ്ടാമത്തെ കാര്യം മാത്രമാണ് നീറ്റിന്റെ പേപ്പർ ലീക്ക് എന്ന് പറയുന്നത്, ഇവിടുത്തെ വിദ്യാർത്ഥികളോടുള്ള ഐക്യപ്പെടൽ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നമ്മളെ ഭരിക്കുന്ന സർക്കാരിന്റെ അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയാണ്. ഞാൻ ഇപ്പൊ ചെയ്തൊരു വീഡിയോയിൽ കൂടി ആളുകളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഓർമ്മിപ്പിക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല ഇന്ത്യയുടെ പ്രശ്നം. ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാത്തൊരു സർക്കാരാണ്. അത് ആൾസോ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഓർക്കേണ്ടുന്ന കുറച്ച് പേരുകളുണ്ട്. ഇന്നും ഇന്നലെയും അല്ല ഈ സർക്കാർ ഈ പണി തുടങ്ങിയത്. ഇവിടെ ഗൗരി ലങ്കേഷ് ജീവിച്ചിരുന്നു, നരേന്ദ്ര ദമോദർ ജീവിച്ചിരുന്നു, ഗോവിന്ദ് ബൻസാരി ജീവിച്ചിരുന്നു. അങ്ങനെ തുടങ്ങിയ കുറെ അധികം മനുഷ്യർ ഈ സംഘപരിവാറിന്റെ, RSSന്റെ, BJPയുടെ സർക്കാരിനോട് ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം ചോദിച്ച മുഴുവൻ മനുഷ്യരെയും അടിച്ചമർത്താനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഈ ചോദ്യം ചോദിക്കുന്ന മനുഷ്യരോട്, അവരുടെ രാഷ്ട്രീയത്തോട് പലപ്പോഴും നമുക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇത് RSSന്റെ തന്തയുടെ വകയല്ല. ചോദ്യം ചോദിക്കുന്നോ ആ ചോദ്യം ചോദിക്കുന്ന മനുഷ്യരോട് ഐക്യപ്പെടുക എന്നുള്ളത് ഈ നാട്ടിലെ എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ യുവാക്കളുടെയും ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും, ഈ നരേന്ദ്രമോദി ഗുജറാത്തിലെ കലാപത്തിന് ഉത്തരവാദിയായ ആ കലാപത്തിൽ മരണപ്പെട്ട മനുഷ്യരെ പറ്റി ചോദ്യം ചോദിച്ചപ്പോ വാഹനത്തിനടിയിൽ കൂടുന്ന ആ പട്ടികളെ പോലെയാണ് എന്ന് പച്ചക്ക് ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞ നരേന്ദ്രമോദി എന്ന കാബാലികൻ രാജ്യം ഭരിച്ചപ്പോ നിങ്ങളൊക്കെ എവിടെയായിരുന്നുവെന്ന് നിങ്ങളോട് നാളത്തെ തലമുറ, നിങ്ങളുടെ കുട്ടികൾ ചോദിക്കും. അന്ന് ഞങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു, ഞങ്ങൾ ഇതുപോലെ സമരം ചെയ്തിരുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റണം. ആൻഡ് ആൾസോ ഇത് BJPയുടെ അവസാനമാണ്. അത് ഞാൻ പറയുന്നത് വെറുതെ. നിങ്ങൾക്ക് ഡാറ്റ എടുത്ത് പരിശോധിക്കാം. കഴിഞ്ഞ 10-20 കൊല്ലമായി BJPക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തത് ഇവിടുത്തെ മിഡിൽ ക്ലാസ് ആയിരുന്നു. ആ മിഡിൽ ക്ലാസ് ആണ് BJPയോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നാളെ ഇതുവരെ മാധ്യമങ്ങളെ കണ്ട് ഫെയർ ആയിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പോലും കൊടുക്കാത്ത ഫേക്കു മോദി ഇന്നലെ മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോ പിടിച്ച് ഞങ്ങളെന്താ ജസ്റ്റിസ് കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞത്. അയാൾ വീണ്ടും ഇത് ധർമ്മേന്ദ്ര പ്രധാനിലേക്ക് ഒതുക്കാനുള്ള തീരുമാനമാണ്. അങ്ങനെയല്ല, നരേന്ദ്രമോദി നിങ്ങൾ ആദ്യം ഉത്തരം പറയണം. ഈ ഇന്ത്യയുടെ മനുഷ്യർക്ക് ഈ ഇന്ത്യയുടെ തെരുവുകളിൽ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ മാത്രം UAPAയും ഡാർക്കോണിയൻ ലോകളും പ്രകാരം ഉള്ളിലിടപ്പെട്ട കുറെ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആദ്യം അവരോട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതിയാവുള്ളൂ. ആൻഡ് ഇവിടെ നിൽക്കുമ്പോ അഗൈൻ ഞാൻ ഐക്യപ്പെടുന്നത് നീറ്റിന്റെ വിദ്യാർത്ഥികളോട് മാത്രമല്ല. എനിക്ക് പല രാഷ്ട്രീയ വിയോജിപ്പുകളും ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ജയിലറയിൽ കിടക്കുന്ന ഈ CA NRC പ്രൊട്ടസ്റ്റുകളുടെ പേരിൽ മാത്രം ഇവിടെ നിയമങ്ങളാൽ വേട്ടയാടപ്പെട്ട മുഴുവൻ മനുഷ്യരോടുമാണ് ഓർക്കപ്പെടുന്നത്. ഞാൻ ഉമർ ഖാലിദിനെ ഓർക്കുന്നുണ്ട്, ഞാൻ ഷെർജീലിനെ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ മനുഷ്യരെയും ഓർക്കപ്പെടുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും വേണം. അത് അവരുടെ രാഷ്ട്രീയത്തോട് പൂർണ്ണമായി യോജിക്കുന്നത് കൊണ്ടല്ല. ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഈ നാട്ടിൽ നിലനിൽക്കണം എന്നുള്ള ബോധ്യം കൊണ്ടാണ്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ, സമരങ്ങൾ ഇനിയും വരട്ടെ. എഗൈൻ ആൻഡ് എഗൈൻ എതിർക്കേണ്ടുന്നത് ഐഡിയോളജിയാണ്, ധർമ്മേന്ദ്ര പ്രധാനെയല്ല. RSSന്റെ, BJPയുടെ, സംഘപരിവാറിന്റെ ചോദ്യം ചോദിക്കുന്നവനെ രാജ്യദ്രോഹിയാക്കുന്ന ആശയത്തെയാണ് എതിർക്കേണ്ടതെന്ന് ജാവേദ്